ഹലോ എവരി വൺ. ഇത് നമ്മുടെ കൺസെപ്റ്റ് ബേസ്ഡ് എഞ്ചിനീയറിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സാണ്, ക്ലാസ് നമ്പർ 25. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ മോഡുലർ ഡിസൈനെ കുറിച്ചാണ്. അതുകൂടാതെ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോഡുലർ ഡിസൈൻ എന്ന് പറയുന്നത്? സോ മോഡുലർ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡുലാരിറ്റി ഇൻ ഡിസൈൻ ആണ്. That is, the design approach that subdivides a system into smaller parts called modules or skids that can be independently created when then used in a different systems. അതായത് നമ്മളൊരു മോഡുലർ ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസൈൻ, ഒരു ടോട്ടൽ ഡിസൈൻ നമ്മളൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊഡ്യൂൾസ് ആക്കി നമ്മളതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്മോൾ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിലെ എക്സാമ്പിൾ പറയുകയാണ്, ഒരു കോംസോൾ മൾട്ടിഫിസിക്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെ ഓരോ പാർട്ട്, ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന അനാലിസിസ് ഹീറ്റിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഹീറ്റ് മാസ് ട്രാൻസ്ഫറിൻ്റെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി ഹീറ്റ് മാസ് ട്രാൻസ്ഫറിൻ്റെ ടൈപ്സ് ഏതൊക്കെ ടൈപ്പ് നമ്മൾ എടുക്കണമെന്നുണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ തന്നെ ഈ ഒരു കണ്ടക്ഷൻ, ഹീറ്റ് കണ്ടക്ഷൻ, അതുപോലെ തന്നെ ഹീറ്റ് കൺവെക്ഷൻ അനാലിസിസിൻ്റെത്, അതുപോലെ തന്നെ ട്രാൻസിയൻറ്റ് ഹീറ്റ് അനാലിസിസിൻ്റെത്, റേഡിയേഷൻ ഹീറ്റ് അനാലിസിസിൻ്റെ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഡിവിഷൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത സ്ട്രക്ചറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള വർക്കിംഗ് ആണെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെക്കാനിക്കൽ പാർട്സിൻ്റെ മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ അനാലിസിസിൻ്റെ കേസിൽ മോഡുലർ ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഹാർഡ്വെയർ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് സബ് ഡിവിഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ CPU എടുക്കുകയാണെങ്കിൽ CPUവിൻ്റെ അകത്ത് ഓരോ മോഡൽസും, അതുപോലെ തന്നെ അതിനുണ്ടാകുന്ന ഫാൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അതിലെ പ്രോസസ്സിംഗ് യൂണിറ്റ്, അങ്ങനെ ഓരോ യൂണിറ്റായിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ മൊഡ്യൂൾസിനെ, ഈ സ്മോൾ പാർട്സിനെയാണ് നമ്മളെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളൊരു ടോട്ടൽ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. It can be characterized by the functional partitioning into discrete, scalable, reusable modules and rigorous use of well-defined modular interfaces and making a use of standard for interfaces. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ സബ് ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു സ്കെയിലിംഗ് രീതിയുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസിനനുസരിച്ചായിരിക്കും, അതുപോലെ തന്നെ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു മൊഡ്യൂൾസ് ആയിട്ട് ഇതിനെ സബ് ഡിവിഷൻ ചെയ്യുന്നത്. ഇനി ബിസൈഡ് ദ റിഡക്ഷൻ ഇൻ കോസ്റ്റ് and feasibility of the design, the modularity offers other benefits such as the augmentation and exclusion. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മോഡുലാരിറ്റി ഓഫ് ഡിസൈൻ, ഒരു ഡിസൈനിൽ നമ്മൾ മോഡുലൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അതിൽ കോസ്റ്റ് മാത്രമല്ല, നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതിൻ്റെ ടോട്ടൽ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ അത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന പാർട്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ പാർട്സുകളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു CPU എടുക്കുകയാണെങ്കിൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU എടുക്കുകയാണെങ്കിൽ അതിൽ RAM എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡ്രൈവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫാനുകൾ, അതൊക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ലോജിക് കൺട്രോൾ യൂണിറ്റ്സുകൾ വേറെയുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഡിവൈസസ് വേറെയുണ്ട്. ഇതിനൊക്കെ നമ്മൾ സബ് ഡിവിഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു സിംഗിൾ പാർട്ട് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ ആ പാർട്ട് നമ്മൾ മാറ്റി വേറെ പാർട്ട് വയ്ക്കാൻ നമുക്ക് എളുപ്പമായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് മൊഡ്യൂളർ സിസ്റ്റംസ് ആർ കാർസ്, കമ്പ്യൂട്ടേഴ്സ്, പ്രോസസ് സിസ്റ്റംസ് ആൻഡ് സോളാർ പാനൽസ് ആൻഡ് വിൻഡ് ടർബൈൻസ്, അതുപോലെ തന്നെ എലിവേറ്റേഴ്സ്. ഇതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡുലാർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി കമ്പ്യൂട്ടേഴ്സിലെ മോഡുലാരിറ്റി ഇൻ ടു ഓവർകം ദ ചേഞ്ചിങ് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ആൻഡ് മേക്ക് ദ മാനുഫാക്ചറിങ് പ്രോസസ് മോർ അഡാപ്റ്റീവ് ടു ചേഞ്ച്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി മോഡുലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ ഗ്രാഫിക്സിന്, അതായത് കമ്പ്യൂട്ടറിൽ ഡിസൈനിങ് വർക്കുകളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടത് ഗ്രാഫിക്സ് കാർഡും, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള റാമും, അതുപോലെ തന്നെ ഈ പറഞ്ഞ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിനനുസരിച്ചുള്ള മോണിറ്റേഴ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും വേണ്ടി വരിക. നേരെ മറിച്ച് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ മാതിരി പേഴ്സണൽ ആവശ്യം, അല്ലെങ്കിൽ വീടുകളിൽ ഈ പറഞ്ഞ ചില വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതിനനുസരിച്ചുള്ള സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ്ങിനനുസരിച്ച് പ്രോസസ്സിങ് സ്പീഡ് ഉണ്ട്. അതായത് 2.6 GHz, അതുപോലെ തന്നെ 3.1 GHz എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് ഉണ്ട്. ചില ആൾക്കാർക്ക് വെറും നെറ്റ് മാത്രം, അതായത് ഇൻ്റർനെറ്റ് മാത്രം യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് മാത്രം യൂസ് ചെയ്യാനുള്ള സ്പീഡ് മാത്രം കൂട്ടിയാൽ മതി ചില ആൾക്കാർക്ക്. അപ്പോൾ ഓരോന്നിനനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് മോഡുലാരിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിലുള്ള സ്പെസിഫിക്കേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ചില ആൾക്കാർക്ക് വെരി ഫാസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. അപ്പോൾ
നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ് സ്പീഡ് കൂടുതലായി. ഇപ്പോൾ സോഫ്റ്റ്വെയർ അനാലിസിസ് ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ റണ്ണിങ് സ്പീഡ് കൂട്ടണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 4 GB ഒക്കെ വെച്ച് നമ്മളൊരു സോഫ്റ്റ്വെയർ അനാലിസിസ് നടത്തുകയാണെങ്കിൽ അത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ എടുക്കുന്ന വർക്ക് ചിലപ്പോൾ ഒരു 4 GB റാമുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തീർത്ത് തരും. അപ്പോൾ നമ്മൾ ഏതാണ് ആൾക്കാരുടെ ജോലി അല്ലെങ്കിൽ എന്താണ് ആൾക്കാർക്ക് വേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടതെന്നനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു മോഡുലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആക്ച്വലി. സോ അതുകൊണ്ടാണ് ഈ മോഡുലാരിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു മോഡുലാർ ഡിസൈൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സോ മിനിമൈസിങ് ദ കോസ്റ്റ് ബൈ റെഡ്യൂസിങ് ദ ഡൈവേഴ്സിറ്റി ഓഫ് പാർട്സ് ഇൻ ദ പ്രൊഡക്റ്റ് റേഞ്ച്. അപ്പോൾ നമുക്ക് മോഡുലാർ ഡിസൈൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു HP-ൻ്റെ നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണ്, ഒരു CPU എടുക്കുകയാണ്. അപ്പോൾ ഈ CPU-ൽ തന്നെ അതിൽ നമുക്ക് തന്നെ ഈ റാം എന്ന് പറയുന്ന പാർട്ടുണ്ട്. ഈ റാം എന്ന് പറയുന്നത് തന്നെ ശരിക്കും 2 GB ഉണ്ട്, അതുപോലെ തന്നെ 4 GB റാം ഉള്ളതുണ്ട്. അപ്പോൾ 2 GB റാംസ് അല്ലെങ്കിൽ 4 GB റാംസ് അത് നമുക്ക് യൂസ് ചെയ്യുന്നത് ചിലപ്പം കസ്റ്റമേഴ്സിനനുസരിച്ച് സെയിം CPU അല്ലെങ്കിൽ സെയിം ക്യാബിനറ്റ് ബോക്സിൽ തന്നെ നമുക്ക് 2 GB റാം GB നമുക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചാണ്. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ കൂട്ടാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സേവിങ്സ് ഇൻ ഡിസൈൻ ടൈം as assemblies or modules are simply selected by brought out the parts and their reliability, cost and quality are documented are easily available. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ ഇപ്പോൾ നമ്മളൊരു HP-ൻ്റെ ഒരു CPU സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് അസംബ്ലീസ്, അതായത് ഇപ്പോൾ ഈ റാമിൻ്റെ കേസ് എടുക്കുകയാണ്, 2 GB റാമും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ 4 GB റാമും വർക്ക് ചെയ്യും. അപ്പോൾ ഈ 4 GB റാം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈ പറഞ്ഞ മാതിരി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ല. അതുപോലെ തന്നെ അസംബ്ലി ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ റിലബിലിറ്റി, കമ്പനീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ പാർട്സും സെയിം കമ്പനീൻ്റെ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ റിലബിലിറ്റി കൂടും. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന സിസ്റ്റം അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇതൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. മോഡുലാർ പ്രൊഡക്ട്സ് ആർ എനേബിൾ ടു ദ ഫാസ്റ്റർ, ഈസിയർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് കസ്റ്റമൈസേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് ടു യുണീക്ക് യൂസർ നീഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരം മോഡുലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളിങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഡിവിഡൻറ്റ് ആക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറുകൾ നിങ്ങൾക്ക് അറിയാം. കാർ വാങ്ങുന്നത് ഇപ്പോൾ ഒരു കാറിന് നമുക്ക് ആക്സസറീസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരേ കാറ് തന്നെ 10 ലക്ഷം രൂപയ്ക്കും അതേ കാറ് തന്നെ 15 ലക്ഷം രൂപയ്ക്കും നമ്മൾ ആൾക്കാർ വാങ്ങുന്നുണ്ട്. കാരണം അതിൻ്റെ മോഡൽസ് വ്യത്യാസം ഉണ്ടാവും. സെയിം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കിയേൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ ലൈക്ക് സെലക്ടോസ് ഒരു മോഡൽ ഒരു കാർ ഞാൻ എടുക്കുകയാണ്, കിയ സെലക്ടോസ്. ഇതേ കാർ 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ വ്യത്യാസമുണ്ട്. അതിൽ ഓരോ മോഡൽസിൻ്റെയും ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ക്യാമറാസ് കാര്യങ്ങൾ, അതിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സിനൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് ഈ പറഞ്ഞ അതിന് വിലയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ ഒരു ഡിസൈൻ അതിൽ തന്നെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അവൈലബിൾ കിട്ടുന്ന സമയത്തുകൊണ്ടാണ് ഈ പറഞ്ഞ അതിൻ്റെ വിലയ്ക്കനുസരിച്ച് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആൾക്കാരുടെ ടേസ്റ്റും അതുപോലെ തന്നെ ആൾക്കാർക്ക് വേണ്ട ഫങ്ഷൻസും എല്ലാം നമുക്ക് അതിൽ തന്നെ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു മാനുഫാക്ചറിന് വലിയ നഷ്ടം വരുന്നില്ല. Okay, so related to the above point, the popular version of a product can be increased to meet the increased demand in a short period of time. So അഞ്ചാമത് പറയുന്നത് the modules can be modified or replaced without changing anything else on the product. അപ്പോൾ മൊഡ്യൂൾസ് നമുക്ക് വേണമെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ വിതൗട്ട് ചേഞ്ചിങ് ദി എനിത്തിങ് എൽസ് ഓൺ ദ പ്രോഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാറിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ആ കാറിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ അതിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ അത് കസ്റ്റമേഴ്സിനനുസരിച്ചാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. മോഡുലാർ ഡിസൈൻ ക്യാൻ സിംപ്ലിഫൈ ദ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഇൻ എ ഡിസൈൻ പ്രോജക്റ്റ്. അതായത് മോഡുലാർ ഡിസൈനിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷനെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. അതായത് എന്താണ് ഈ ഡിസൈനിൽ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊജക്റ്റ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഒരു മോഡുലാർ ഡിസൈൻ വളരെയധികം കൃത്യമായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരും, അതിൽ ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ്. അതുപോലെ തന്നെ മോഡുലാർ ഡിസൈൻ ഇനേബിൾസ് അതുപോലെ തന്നെ ക്വിക്ക് ആൻഡ് ഈസി അപ്ഗ്രേഡ്സ്. പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇതിൽ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ നമ്മളൊരു യൂസ് ചെയ്യണം, ലൈക്ക് നമ്മളൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യണം. ആ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൽ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഓരോ കൊല്ലം കൂടുമ്പോഴും അവർ പുതിയ വൈറസുകൾ ഇറങ്ങുകയാണ്, അതായത് സോഫ്റ്റ്വെയർ വൈറസുകൾ ഇറങ്ങുകയാണ്. ആ വൈറസുകളെ അവരെന്ത് ചെയ്യും, മാറ്റിയെടുത്ത് അതിന് പകരമായിട്ടുള്ള കോഡിങ്ങും കാര്യങ്ങളും അവർ കൊടുത്തിട്ട് പുതിയ ആൻറ്റിവൈറസ്, അതായത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയും. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് ഓഫ് വൈറസിനെയും അത് എതിർക്കാനായിട്ട് പാകമാവുന്ന ടൈപ്പുള്ള ആൻറ്റിവൈറസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും നമുക്ക്. മോഡുലാർ ഡിസൈൻ റെസിസ്റ്റ് obsolescence and shorter the redesign cycle actually. Okay, a new generation product can reuse
most of the old modules and change is provided by a few improved modules. ഇപ്പം പുതിയ എന്താ പറയുക ഒരു പുതിയൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്യാൻ ബി റീയൂസ്, അതായത് നമുക്ക് അതിൽ തന്നെ ഈ പറഞ്ഞ മാതിരി വീണ്ടും നമുക്ക് ഈ മൊഡ്യൂൾസ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള പുതിയ ഡിസൈനാക്കി മാറ്റാൻ പറ്റും അതിനെ. ഓക്കെ, ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി വേൺ പാർട്സ്, നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ കേടായ പാർട്സുകളൊക്കെ നമുക്ക് മാറ്റി പുതിയ പാർട്സുകൾ അതിൽ വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ്, നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലെ ഈ ഒരു CPU-യിൽ നമ്മളൊരു ഗ്രാഫിക്സ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സിക്കൽ വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, നൗ ഈസി ആൻഡ് ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഓഫ് പ്രോഡക്ട്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ പ്രോഡക്റ്റുകൾ മാറ്റാനും അതുപോലെ തന്നെ വയ്ക്കുവാനും നമുക്ക് സാധിക്കും. ആ ഒരു പ്രോഡക്റ്റിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് സാധിക്കും. ഈസി ആൻഡ് ക്വിക്ക് സർവീസിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി പ്രോഡക്റ്റ്, അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ റാം നമ്മൾ വേറെ ഒരു പുതിയ റാം വയ്ക്കുന്നു. സോ അതൊക്കെ വളരെ ഈസി ആൻഡ് ക്വിക്ക് സർവീസ് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ പ്രോഡക്റ്റിനെയും. മോഡുലാർ ഡിസൈനിൽ ഇറ്റ് ഡെലിവേഴ്സ് ദി ഷോർട്ടർ ലേണിംഗ് കർവ്സ് when new employees have to become the familiar with the product and they work when they work, okay, the way of their work. സോ മോഡുലാർ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയ എംപ്ലോയീസ് ഒക്കെ വരികയാണ്, നമുക്ക് ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ് പഴയ എംപ്ലോയീസ് മാറി പുതിയൊരു എംപ്ലോയീസ് വരികയാണ്, അവർക്ക് ഈ പറഞ്ഞ മാതിരി കാറുകളുടെ പാർട്സുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും, കാരണം മോഡുലാർ ഡിസൈൻ ആയതുകൊണ്ട്. ആൻഡ് മോഡുലാർ ഡിസൈൻ gives the business and the possibility of the outsource the assembly of the some modules, therefore they freeing up the manufacturing capacity and increasing the number of products delivered on time. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കാറിന് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറി നമുക്ക് തിരിക്കാൻ പറ്റും. ആ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിയിലും വേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളെ നമുക്ക് ഒരൊറ്റ ഡിസൈനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് കാറ്റഗറൈസ് ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്റ്റിനെ ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൺ ടൈം നമുക്ക് തന്നെ അതിനെ ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനൊക്കെ നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഇനി ഡ്യൂറിങ് ദ ഡിസൈൻ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ക്യാൻ ബി ഡെവലപ്ഡ് ബൈ ദ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഓരോ പാർട്സുകളും അതുണ്ടാക്കുന്നതിന് സെപ്പറേറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആൾക്കാരുണ്ടായിരിക്കും. ആൻഡ് ദേ ആർ ഡിസൈനിങ് ദ മൊഡ്യൂൾസ് ആൻഡ് അസംബ്ലീസ് സൈമൾട്ടേനിയസ്ലി ലൈക്ക് ദ റെഡ്യൂസ് ഓവറോൾ ടൈം ടു ദ മാർക്കറ്റ് ഫോർ ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, അത് ഡിസൈൻ ചെയ്യുവാനും അതുപോലെ തന്നെ ആ പാർട്ടുകൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയും ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാറിൻ്റെ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഈ കാറിൻ്റെ എക്സാമ്പിളിൽ ഇപ്പോൾ വേരിയൻസ്, ഡീസൽ വേരിയൻസിൽ കുറച്ച് വേരിയൻസ് വരുന്നുണ്ട്, പെട്രോളും വേറെ കുറച്ച് വേരിയൻസ് വരുന്നുണ്ട്, ഒരു 4 വേരിയൻസ് വരുന്നുണ്ട് വിചാരിക്കുക. ഈ 4 വേരിയൻസിലും ആക്ച്വലി ഓരോന്നിലും ഈ പറഞ്ഞ ആൾക്കാർ പറയുകയാണ് ഇന്ന വേണം, അതുപോലെ തന്നെ ഇതിന് ഇന്ന സ്പെസിഫിക്കേഷൻസ് വേണം എന്ന് പറയാൻ ഓരോ മോഡൽസ് ഉണ്ടായിരിക്കും, ഒരു 4-5 മോഡൽസ് ഉണ്ടാവും. GX+ അല്ലെങ്കിൽ G+, GT+ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറുകളുടെ മോഡൽസ് ഉണ്ടാവും. ഇതിലൊക്കെ ചെറിയ വേരിയൻഷ്യൽ മാത്രം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പണൻസ് യൂസ് ചെയ്യാനും അതിൽ ഫിക്സ് ചെയ്യാനും വേണ്ട എഞ്ചിനീയേഴ്സ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അവർക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ കമ്പനിയിൽ ഇപ്പോൾ മാരുതി സ്റ്റാൻഡേർഡ് ഉണ്ട്, മാരുതി 800 സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ മാരുതി 800 LXi, അതുപോലെ തന്നെ LXi ഓപ്ഷണൽ. അപ്പോൾ ഈ 3 മോഡൽസ് എടുക്കണം. ഈ 3 മോഡൽസിലും ഒരു ഡിഫറെൻറ്റ് പാർട്സുകൾ ഇടുന്നതായിരിക്കും. ഇപ്പം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു പാർട്ടും ചേർക്കേണ്ട ആവശ്യമില്ല, അതുപോലെ LXi ആണെങ്കിൽ ഒരു 1-2 പാർട്ടുകൾ ചേർക്കേണ്ടി വരും. LXi ഓപ്ഷണൽ ആണെങ്കിൽ ഒരു 2 പാർട്ടുകൾ അഡീഷണൽ ആയിട്ട് വേറെ വരും. അപ്പോൾ ഇത്രയും പാർട്ടുകൾ നമ്മൾ എന്താ ചെയ്യുക, സെപ്പറേറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. അവർ ഈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിന് പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് LXi ആണ് വേണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഈ പ്രോഡക്റ്റുകൾ അവർ വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണാം, ഫസ്റ്റ് കാണുന്നത് ഒരു ട്രക്കാണ്. ആക്ച്വലി ഈ ട്രക്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു മോഡുലാർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, അതായത് ആ ട്രക്കിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ ഒരു മരം കട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു മെഷീൻ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ നിങ്ങൾ കാണുന്ന ട്രക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ലോറി കൊണ്ടുപോകാനും അങ്ങനത്തെ വാഹനങ്ങൾ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ചരക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് അവിടെ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മോഡുലർ ഡിസൈൻ, അതായത് അപ്പം നിങ്ങൾക്ക് കാണാം സാധാരണഗതിയിൽ ട്രക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒരു ബോഡി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന ബോഡി ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ടിലുള്ള ഒരു പാർട്ടും അതുപോലെ തന്നെ ഒരു നീണ്ട ടയറും അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് മാത്രമേ സാധാരണഗതിയിൽ നിങ്ങൾ ട്രക്കുകളൊക്കെ വാങ്ങുന്ന സമയത്ത് കാണാറുള്ളൂ. അതിൽ ബാക്കിൽ വരുന്ന ബോഡി അതുപോലെ തന്നെ ഈ പറഞ്ഞ അതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നതാണ്. ഓക്കെ, അടുത്ത് വരുന്ന രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു മോഡുലർ വർക്ക് സ്റ്റേഷൻ കാണാം, അതായത് സെൻറ്ററിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിൽ
രണ്ടുപേർ ഇരിക്കുകയാണെങ്കിൽ ആ രണ്ട് പേർക്ക് സെപ്പറേറ്റ് ക്യാബിൻസ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയേഴ്സ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് മോഡുലർ ഡിസൈൻ ആയിട്ടുള്ളൊരു വർക്ക് സ്റ്റേഷൻ കാണാം. അതിൽ രണ്ട് ആൾക്കാർ ഒന്നിച്ചിരിക്കുക പാകത്തിൽ അവർ അതിൻ്റെ ടേബിളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്യാബിനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു മോഡുലർ കമ്പ്യൂട്ടർ ഡിസൈനാണ്. അതായത് ഒരു സിമ്പിൾ സ്മോൾ കോമ്പോണൻ്റ് ആയിട്ടുള്ള ഒരു സ്മോൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ഡിസൈനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നതാണ് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ? ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റിക്വയർസ് ദാറ്റ് എഞ്ചിനീയേഴ്സ് കൺസിഡർ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദി പ്രൊഡക്റ്റ് അട്രിബ്യൂട്ട്സ് ഇൻ ദ ഏരിയാസ് ഓഫ് കോസ്റ്റ്, വെയ്റ്റ് ആൻഡ് മാനുഫാക്ചറബിലിറ്റി, ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ്. ഓക്കെ, സോ സാധാരണഗതിയിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ അവിടെ എഞ്ചിനീയേഴ്സ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ അത് ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ്, ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ നമ്മൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് ഈ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഡിസൈൻ മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്നുള്ളതാണ് ഡിസൈൻ ഒപ്റ്റിമൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും നല്ലത് മികച്ചത് ഇല്ല എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ അതിലും മികച്ചത് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മൾ ഏറ്റവും നല്ല മികച്ചത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിസൈൻ ഒപ്റ്റിമൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാറിൻ്റെ മാക്സിമം മൈലേജ് ആ മാക്സിമം മൈലേജിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മാക്സിമം അതിൽ ഉപയോഗിക്കാവുന്ന അതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട്, അതായത് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ്, കോസ്റ്റ് ഇതൊക്കെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മാക്സിമം പെർഫോമൻസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ ഒപ്റ്റിമൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എഞ്ചിനീയേഴ്സ് ആർ ഫേസ്ഡ് വിത്ത് എ ഡിഫിക്കൽട്ട് ചാലഞ്ച് ഓഫ് ഡിറ്റർമൈനിങ് ഹൗ ടു അറൈവ് ഇൻ ദ ബെസ്റ്റ് ഓവറോൾ ഡിസൈൻ, making the right compromises and the not sacrificing the critical attributes like safety. Okay, സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യും. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഡിസൈനിൻ്റെ കേസിൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ സേഫ്റ്റീൻ്റെ കാര്യം വരുന്ന സമയത്ത് അവിടെ ദെയർ ഇസ് നോ സാക്രിഫൈസിങ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അതായത് ഓവറോൾ ഡിസൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ സേഫ്റ്റീൻ്റെ കാര്യം മാത്രം നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യില്ല. And the design optimization is a process of finding the best design parameter that satisfy the project requirement. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ഒപ്റ്റിമൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. So the engineers typically use the design of the experiments, okay, DOE, design of experiments, statistics and the optimization technique to evaluate the trade-off and determine the best design. സോ എഞ്ചിനീയേഴ്സ് എന്താ സാധാരണ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ്, അതായത് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തും. അതുപോലെ തന്നെ പല സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് അവർ പല കാൽക്കുലേഷൻസ് നടത്താറുണ്ട്. അതുകൂടാതെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്, അതായത് നിങ്ങൾക്ക് അതായത് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൽ കൂടെ അതുപോലെ തന്നെ അതിലെ കുറേ കാൽക്കുലേഷൻസ്, അതിലെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഇതെല്ലാം കണ്ടക്ട് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ഒരു ബെസ്റ്റ് ഡിസൈൻ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യും. ഓക്കെ, now the design optimization often involves working in multiple design environments in order to evaluate the effect that the design parameters have across the interrelated physical domains. So design optimization often involves the working in multiple design environment. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ നമ്മളൊരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാർ ഒരു പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവർ അതിൻ്റെ ടെസ്റ്റുകൾ നടത്തും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു റോഡ്, ആ റോഡിലൂടെ അവർ ഓടിച്ചു നോക്കും. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വെള്ളം ഒക്കെ ഉള്ള കുറേ ചളി പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ സ്ഥലങ്ങൾ അവർ ഓടിച്ചു നോക്കും. അതുപോലെ തന്നെ വളരെ ദുർഘടമായിട്ടുള്ള പാതകൾ, കുറേ കല്ലുകളൊക്കെ ഉള്ള കുറേ പാതകൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ ഓടിച്ചു നോക്കും. അപ്പം അവർ പല സ്ഥലങ്ങളിലും വെച്ച് അവരതിൻ്റെ വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കും, എങ്ങനെയാണ് ഈ ഒരു നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാർ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കി നോക്കും. അതുപോലെ തന്നെ ഹില്ലായിട്ടുള്ള ഏരിയാസിൽ ഹമ്പുകൾ എത്രത്തോളം അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സ് അവിടെ നടക്കും. അങ്ങനെയാണ് അവരൊരു ഡിസൈൻ ഒപ്റ്റിമൈസേഷനിലേക്ക് എത്തുന്നത്. ആക്ച്വലി ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് വൈ ദിസ് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ ഈസ് നീഡ് ആക്ച്വലി. നമുക്ക് എന്തിനാണ് ഈ ഒരു ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ്റെ ആവശ്യം എന്താണ്? സോ നിങ്ങൾക്കറിയാം, ദേ ആർ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം.
അതായത് ഒരു പ്രോബ്ലം നമുക്ക് ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളോടൊരു പ്രോബ്ലത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് അതിൽ നിന്ന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ് നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. കാരണം there exist one or more objectives to accomplish and the measure of how well these objectives are accomplished. അപ്പോൾ there exist one, ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇതിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് വരുന്ന പ്രോബ്ലത്തിൻ്റെ എല്ലാ വശങ്ങളിലും കൂടിയും ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും എല്ലാം കൂടി നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് മെഷർമെൻറ്റ്സ്, അതായത് അക്കംപ്ലിഷ്ഡ് ഓർ ദി മെഷറബിൾ പെർഫോമൻസ്, അതായത് ഈച്ച് ആൻഡ് എവറി, അതായത് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം ഉണ്ടാകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചത് കിട്ടുന്നത് ഏകദേശം 1-2 ആയിരിക്കും. 1 ചിലപ്പോൾ അതിലധികമോ ഉള്ള മോഡൽസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നൊരു ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം. സോ ദ കൺസ്ട്രെയിൻറ്റ് ഓഫ് ദ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആർ ഇമ്പോസ്ഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലുള്ള എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ കൊടുക്കും. ഓക്കെ, ലൈക്ക് ദർ ആർ സെവറൽ കീ ഇൻഫ്ലുവൻസ് വേരിയബിൾസ്. The change of their values will influence the measurable performance and degree of violation of the constraints. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ വേണ്ട എല്ലാ ഒരു കൺസ്ട്രെയിൻസും നമ്മൾ അതിൽ കൊടുക്കും. സോ ദർ ആർ സെവറൽ കീ ഇൻഫ്ലുവൻസ് വേരിയബിൾസ്. പക്ഷേ ചില കേസസിൽ നമ്മൾ എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഇന്ത്യൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള അതിൻ്റെ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും അമേരിക്കയിലുള്ള അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും 2 അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽസ്, അതിലുണ്ടാകുന്ന ഓയിൽസുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചില കേസസ് നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം മെഷർ ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ അതായത് നമുക്ക് തീരെ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അതിനൊരു ഇത് കൊടുക്കരുത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, പക്ഷേ കൺസ്ട്രെയിൻസിനെ അധികമായിട്ട് നമ്മൾ വയലേറ്റ് ചെയ്യരുത്. അല്ലാതെ, അതായത് അതിൽ പറയുന്ന റോഡുകൾ, ഇപ്പം നമുക്കൊരു കാർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കാറിന് ചിലപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള കാറിൻ്റെ ഡയമെൻഷൻസ്, ഒന്നാമത് പറയുകയാണെങ്കിൽ കാറിൻ്റെ ഇന്ത്യൻ കാറുകൾക്ക് ഇന്നതായിട്ടുള്ള ഒരു ഡയമെൻഷൻ പറയുന്നുണ്ട്. കാറുകളുടെ ഹൈറ്റ് എത്രയായിരിക്കണം, അതുപോലെ തന്നെ ലെങ്ത് ഇത്രയായിരിക്കണം, അതായത് അതിൻ്റെ ഡയമെൻഷൻസ്, ഓവറോൾ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. പക്ഷേ ചില കാറുകൾക്ക് ഇപ്പോൾ പറഞ്ഞ എന്താ പറയുക, ചില വെഹിക്കിൾസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂടുകയോ അല്ലെങ്കിൽ വീതി കൂടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ആ ഒരു കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ വേണം. പിന്നെ അതുകൂടാതെ അതിന് മാക്സിമം എമിഷൻസ്, അതായത് പൊല്യൂഷൻ എമിഷൻസ്, അതിലുപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ പൊല്യൂഷൻ എമിഷൻസ് ഇത്രയും ഇതിൻ്റെ അകത്തായിരിക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു എയറോഡൈനാമിക് ഡിസൈൻ ഓഫ് മിസൈൽസ്. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എക്സാമ്പിൾസ് ആണ്. അതായത് എയറോഡൈനാമിക് ഡിസൈൻ ഓഫ് മിസൈൽസിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ടാക്ടിക്കൽ മിസൈൽസ് എന്ന് പറയുന്നത് ദ ഫ്ലൈറ്റ് പ്രൊഫൈൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ത്രസ്റ്റ് ആൻഡ് ലോഡ് ഫാക്ടർ. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ കേസ്, അല്ലെങ്കിൽ നമ്മളൊരു പറക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്നത് അധികവും അതിൻ്റെ ത്രസ്റ്റും അതുപോലെ തന്നെ ലോഡ് ഫാക്ടറെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ത്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഹിസ്റ്ററീസ്, പഴയ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴയ ടെക്നിക്സുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിൾ ഓഫ് അറ്റാക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾട്ടിറ്റ്യൂഡ്, അല്ലെങ്കിൽ എത്ര റേഞ്ചിലേക്ക് പോകും, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷേ ഓരോ കോമ്പിനേഷനും, അതായത് ഒരു മിസൈൽ എടുക്കുകയാണെങ്കിൽ ആ മിസൈലിൻ്റെ ഡിസൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസൈൻ ദ മിസൈൽ പെർഫോമൻസിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ആ സിസ്റ്റത്തിന് എത്രത്തോളം കൺസ്ട്രെയിൻസ് ഉണ്ടെന്നാണ്, അതായത് ഇത്രത്തോളം ദൂരം വരെ പോവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ പാരാമീറ്റേഴ്സ് നമ്മൾ അതിന് മാക്സിമം ഒപ്റ്റിമൈസേഷൻ ചെയ്തതായിരിക്കണം ആക്ച്വലി. സോ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറാണ് ആക്ച്വലി. അതായത് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, എഫിഷ്യൻസി, എനർജി സേവിങ്, ഇതെല്ലാം വളരെ ക്രിട്ടിക്കൽ ആയിരിക്കണം. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റ് ആയിരിക്കണം. സോ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ we need the development mathematical and computational optimization method to improve the efficiency of the process. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മാത്തമാറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ ഒപ്റ്റിമൈസേഷൻ നടത്തിയിരിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസസ് കുറിച്ചാണ്. എന്താണ് യൂസർ ഇൻ്റർഫേസസ് എന്ന് പറയുന്നത്? ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു മെഷീൻ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ യൂസർ ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഫീൽഡിൽ ഒരു ഹ്യൂമൻ മെഷീൻ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു യൂസർ ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ സ്പേസ് വേർ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹ്യൂമൻസ് ആൻഡ് ദ മെഷീൻസ് ഒക്കെ
Okay, so the goal of this interaction is to allow the effective operation and control of the machine from the human end, while the machine simultaneously feedback the information that aid the operator's decision making process. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ യൂസർ ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർ ഓടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കാർ ഓടിക്കുന്ന സമയത്ത് ആ കാറിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? ആക്ച്വലി നമ്മളാണ് ആക്ച്വലി, അല്ലേ? അപ്പം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അത് റൈറ്റിലേക്ക് തിരിച്ചാൽ റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പം അതിന് ഗിയർ മാറ്റുന്നത്, അതായത് ഗിയർ മാറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഇത്ര, അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് കൂട്ടുന്നു. റിവേഴ്സിലേക്ക് പോകാൻ റിവേഴ്സിലേക്ക്, ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ഇങ്ങോട്ടേക്ക് പോകാനെന്ന് ആൾക്കാരെ അറിയിക്കാൻ. അപ്പോൾ ഇതൊക്കെ ആ ഒരു മെഷീനായിട്ടുള്ള ഇൻട്രാക്ഷനാണ് നമ്മൾ നടത്തുന്നത് ആക്ച്വലി, അതായത് കാറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ നടത്തുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ, അതായത് ഒരു മെഷീനിലേക്ക് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൺ ആയിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തണം. അപ്പം നമ്മൾ ബ്രേക്ക് അമർത്തുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് നിൽക്കുന്നു. അപ്പോൾ സപ്പോസ് ആ ഒരു റെസ്പോൺസ് ആക്ച്വലി, അതായത് മെഷീൻ ഒരു റെസ്പോൺസ് ആക്ച്വലി ഈ പറഞ്ഞ നമുക്കൊരു ഈ യൂസറിന് തിരിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേഷൻ ഇടുന്ന സമയത്ത് അതിൽ സൈറൻ വലിക്കുന്നുണ്ട്. വി വി എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ഇത് കേൾക്കാറുണ്ട്, സൈറൻ കേൾക്കാറുണ്ട്. ഈ സൈറനാണ് നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻ തിരിച്ചു തരുന്നത്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് LED ലൈറ്റ്സ് കാണാം. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മളോട് പറയുകയാണത് ഓക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഏത് റൈറ്റിലേക്ക് ഞാൻ തിരിഞ്ഞു, അല്ലെങ്കിൽ ലൈറ്റിലേക്ക് ഞാൻ ലൈറ്റ് കത്തുന്നുണ്ടെന്ന് കാണിക്കുന്നത് ആ ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാൻ പറ്റും ഓക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് പക്ഷേ മുന്നോട്ട് റിവേഴ്സിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ മിഷൻ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്നത് മിഷൻ അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ റൈറ്റ്, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെയാണ് അതിൽ പറയുന്നത് ആക്ച്വലി. സോ ദിസ് ഈസ് അബൌട്ട് ദി യൂസർ ഇൻ്റർഫേസ് ആക്ച്വലി. ഈ യൂസർ ഇൻ്റർഫേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് യൂസർ ഇൻ്റർഫേസസ് ഫോർ ദ മിഷൻ ആൻഡ് സോഫ്റ്റ്വെയർ സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഡിവൈസസ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇതെല്ലാത്തിനും ഈ പറഞ്ഞ യൂസർ ഇൻ്റർഫേസ് എഞ്ചിനീയറിംഗ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, സോ ദ ഗോൾ ഓഫ് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ഈസ് ടു മേക്ക് ദ യൂസേഴ്സ് ഇൻട്രാക്ഷൻ ആസ് സിമ്പിൾ ആസ് ദ എഫിഷ്യൻ്റ് ആസ് പോസിബിൾ. അപ്പോൾ എത്രത്തോളം ഈ ഇൻട്രാക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഗോൾ, അതായത് ഡിസൈനറിൻ്റെ ഗോൾ. ഓക്കെ, സോ അക്കംപ്ലിഷിംഗ് ദീസ് യൂസർ ഗോൾ, ദാറ്റ് ഈസ് യൂസർ സെൻറ്റേഡ് ഡിസൈൻ, ഇതിനെ നമ്മൾ യൂസർ സെൻറ്റേഡ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദി ഗുഡ് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ഫെസിലിറ്റേറ്റ് ഫിനിഷിംഗ് ദ ടാസ്ക് ആൻഡ് വിതൗട്ട് ഡ്രോയിങ് ദ നെസസറി അറ്റൻഷൻ ടു ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ നല്ലൊരു യൂസറിന് ഈ പറഞ്ഞ മാതിരി ഇൻ്റർഫേസ് ഡിസൈൻ ഫെസിലിറ്റീസ് ഫിനിഷസ് ദ ടാസ്ക് ഹാൻഡ് വിതൗട്ട് ഡ്രോയിങ്, അതായത് നമ്മൾ വരയ്ക്കാതെ തന്നെ ആ കാര്യങ്ങൾ തനിയെ അത് ഫിനിഷ് ചെയ്യുക. അതായിരിക്കണം ഒരു നല്ലൊരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ടൈപ്പോഗ്രഫി ആർ ദ യൂട്ടിലൈസ്ഡ് ടു സപ്പോർട്ട് ആസ് ഇസ് യൂസബിലിറ്റി. So investing how this user performs certain interactions and improving the aesthetic appeal of the design. അപ്പോൾ നമ്മൾ aesthetic appeal എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ aesthetic appeal of a design നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഗ്രാഫിക് ഡിസൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, so the design aesthetics may enhance or detract from the ability of the user to use the functions of the interface. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് മൂലം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്തറ്റിക്സും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ അതിൻ്റെ ഒരു എബിലിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു യൂസറിന് വേണ്ട എബിലിറ്റി, അല്ലെങ്കിൽ യൂസറിന് കൊടുക്കുന്ന എബിലിറ്റി ഓഫ് യൂസേഴ്സിന് ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്കൊരു അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൻ്റെ ഫങ്ഷൻസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. So the design process must balance the technical functionality and visual elements. The design process must balance the technical functionality and visual elements like a mental model to create a system that is not only the operational but also usable and adaptable to changing user needs. Okay, so the design process must balance ടെക്നിക്കൽ ഫങ്ഷണാലിറ്റി ആൻഡ് വിഷ്വൽ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു ഡിസൈൻ പ്രോസസ്സിൽ പറയുകയാണെങ്കിൽ അത് ടെക്നിക്കൽ ഫങ്ഷൻസും അതുപോലെ തന്നെ വിഷ്വൽ എലമെൻറ്റ്സും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈപ്പ് മോഡലും അതുപോലെ തന്നെ, അതായത് നമ്മൾ ആ കാണുന്ന ഒരു മോഡലും അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ ഫങ്ഷനും ബാലൻസ് ചെയ്ത് പോകണം. ഓക്കെ, now the interface design is involved in a wide range of projects from the computer systems. Interface design is involved in a wide range of project from a computer systems to cars, commercial planes. അതുപോലെ തന്നെ project involved with the same basic human interactions yet also requires some
യുണീക്ക് സ്കിൽ ആൻഡ് നോളജ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാസിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി കൊമേഴ്ഷ്യൽ പ്ലെയിൻസും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യൂസറിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, ആക്ച്വലി ഒരു യുണീക്ക് സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, റൈറ്റ്, ആ ഹ്യൂമണ്. ഇനി 7 യൂസർ സെൻറ്റേഡ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്നാമത്തത് ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ ദ ഇൻഫോർമേഷൻ കണ്ടന്റ് ഈസ് കൺവേഡ് ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി. പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത് ഡിസ്ക്രിമിനബിലിറ്റി. ദാറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻഫോർമേഷൻ ക്യാൻ ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആക്യുറേറ്റ്ലി. അതായത് വളരെ കൃത്യമായിട്ട് തന്നെ വേണം നമ്മളുടെ ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ. അതുപോലെ തന്നെ കോൺസിസ്റ്റൻസ്. ഓക്കെ, യൂസർ ആർ നോട്ട് ഓവർലോഡഡ് വിത്ത് എക്സ്ട്രാഷ്യസ് ഇൻഫോർമേഷൻ. ഓക്കെ, അതായത് യൂസറിന് കൂടുതലായിട്ട്, അതായത് വളരെയധികം ഓവർലോഡായിട്ട് കിട്ടരുത്. ഓക്കെ, കൂടുതലായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളും കാര്യങ്ങളും കിട്ടുന്നത് ശരിയല്ല. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി. ഈ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, കൺഫോമിറ്റി വിത്ത് ദ യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിറ്റാച്ചബിലിറ്റി. So that is the user's attention is to directed towards the information required. നമുക്ക് എന്താണ് ആ ഒരു ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ അറ്റൻഷൻ ഈസ് ഡയറക്റ്റഡ്. നമ്മൾ യൂസർ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ മാതിരി ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ വേണ്ടത്. അതുപോലെ തന്നെ ലെജിറ്റബിലിറ്റി. ദാറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ ഈസ് ഈസി ടു റീഡ്. പെട്ടെന്ന് വായിക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ കോംപ്രിഹെൻസിബിലിറ്റി. ദാറ്റ് ഈസ് ദി മീനിങ് ദാറ്റ് ഇത് ഈസ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അൺആംബിഗ്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻറ്റർപ്രിറ്റബിൾ, അതുപോലെ തന്നെ റെക്കഗ്നൈസബിൾ ആയിരിക്കണം. Okay, so anyway, this is all about this today's class. Next PowerPoint or next class will be coming soon. Okay, thank you.